ലീഗിന് മാത്രമല്ല വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അതൃപ്തി ഉണ്ടല്ലോ. അനിശ്ചിതമായിട്ട് UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനം നീണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത് ബാധിച്ചിട്ടില്ല, പക്ഷേ ഭൂരിപക്ഷത്തിലടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിക്കുള്ള പ്രതിഷേധം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DCC, ഞങ്ങളുടെ ലെവലിപ്പോൾ DCC ആണ്, DCCI അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷിത മണ്ഡലമാണ് എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതലായിട്ട് നേതാക്കന്മാർ അറിയേണ്ടതാണല്ലോ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ജയിക്കാവുന്ന ഒരു യുദ്ധക്കളത്തിൽ ആയുധമില്ലാതെ പോരാടി വന്ന പോരാളികളായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് സങ്കടകരമാണ്, വളരെ മോശമല്ല. അത് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ. അങ്ങനെ ഒരു നിരാശ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ് അതിൻ്റെ വരുമെന്നുള്ളത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശുഭാപ്തി വിശ്വാസം അവസാനം വരെ അത് വി വിൽ മേക്കപ്പ്, ഞങ്ങളത് മേക്കപ്പ് ചെയ്യും. ഞങ്ങൾ പല കാര്യങ്ങളെ പറ്റി ആലോചിക്കാൻ വേണ്ടി കൂടിയിരിക്കും. ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് കൂടിയിരിക്കേണ്ട കാര്യമല്ല. ഇതിൻ്റെ സംസ്ഥാന നേതാക്കൾ വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമ്മളെ പ്രതിഷേധം അവരെ അറിയിച്ചിട്ടുള്ളതിനൊക്കെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും UDFൻ്റെ പുന്നാപുരം കോട്ട എന്ന് പറയാൻ പറ്റുന്ന ഈ വയനാട് മണ്ഡലത്തിൽ യാതൊരു കാരണവുമില്ലാതെ ബോധപൂർവം സൃഷ്ടിച്ച ഒരു അനിശ്ചിതത്വം മാതിരിയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത്. അത് ഇനിയും വൈകിയിട്ടുണ്ടെങ്കിൽ വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് 45 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ പ്രചരണ പരിപാടികൾക്ക്. ഇനി വെറും 23 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രചരണത്തിന് 23 ദിവസം ഇല്ല. 1300-ലധികം ബൂത്തുകളുള്ള ഒരു സ്ഥലത്ത് കിട്ടിയ വലിയ അവസരമാണ് കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്നുള്ള പ്രതീക്ഷകൾക്ക് പോലും മങ്ങലേൽക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കൊക്കെ അസംതൃപ്തി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ സംഘടനാശേഷി, മുസ്ലിം ലീഗിന് UDFൽ അവകാശപ്പെടാവുന്ന ഒരു സീറ്റ് എന്നുള്ളതിലൊക്കെ ചർച്ച വന്നിട്ടുള്ളൊരു സീറ്റാണ്. അപ്പോൾ ഇവിടുത്തെ വിജയത്തിൻ്റെ നേട്ടവും പരാജയത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ മുസ്ലിം ലീഗിനായിരിക്കും ഉണ്ടാവുക. അത് മുസ്ലിം ലീഗിൻ്റെ തുടർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും. അത് മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കും, അല്ലെങ്കിൽ നിരാശയുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ഈ ഇതിൽ വലിയ ആശങ്കയുണ്ട്. അങ്ങനെയൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ പോലെ വലിയൊരു സ്ഥാനാർത്ഥി വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇനി രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും ഒരു വലിയ അല്ലെങ്കിൽ ഒരു നല്ല വയനാടിൻ്റെ വികസനത്തിന് പറ്റുന്ന സിദ്ദീഖിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെങ്കിലും പ്രഖ്യാപനം അന്തിമമാക്കിയാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. തീർച്ചയായിട്ടും ഇപ്പം തന്നെ പ്രതിഷേധമുണ്ട്. ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. അത് അനിശ്ചിതത്വം ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ അതൊരു ഭൂരിപക്ഷത്തെ ബാധിക്കില്ല, സിദ്ദീഖാണെങ്കിലും ബാധിക്കില്ല. വേറെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭൂരിപക്ഷത്തെ ബാധിക്കാനൊക്കെ അത് കാരണമാകും. സിദ്ദീഖും രാഹുൽ ഗാന്ധി ആണെങ്കിൽ ബാധിക്കില്ല. രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി UPA അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്ത ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ തീർത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ട്രെൻഡാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇവിടെ വയനാട്ടിൽ നമുക്കറിയാം, T. സിദ്ദീഖ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി പ്രഖ്യാപനം വരുമെന്ന് പറയുകയും ആ ഒരു അനിശ്ചിതത്വം ഇന്നും തുടരുകയും ചെയ്യുന്നത്. നമ്മുടെ വോട്ടർമാർ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കമുള്ള പുതുതലമുറയിലെ വോട്ടർമാരടക്കം വലിയ പ്രതീക്ഷയിലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളോടൊക്കെ സംസാരിക്കാറുള്ളത്. പക്ഷെ ആ പ്രതീക്ഷ ഇന്ന് ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരത്തിലേക്ക് മാറുന്നു എന്നുള്ളത് വയനാട്ടിൽ UDF നേതൃത്വത്തിന് പോലും
വലിയ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വയനാട്ടിലെ ഈ ഒരു അനിശ്ചിതത്വം പരിഹരിക്കുന്നതിന് രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ഇരുകൈയും നീട്ടി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രഖ്യാപനമാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ടി സിദ്ദീഖാണെങ്കിലും വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് UDFൻ്റെ പ്രവർത്തനം, ഇനി നമുക്കറിയാം 23 ദിവസമാണ് തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. വയനാട്ടിലെ ഒരു സാഹചര്യം UDF നേതൃത്വം മനസ്സിലാക്കുന്നു എന്നുള്ളത് ആണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് ഉള്ള ഒരു തീരുമാനത്തെയാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. വളരെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ പ്രവർത്തകർക്ക് എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണുള്ളത്. ആ ആവേശത്തിൽ എത്രയും പെട്ടെന്ന് ആരായാലും, അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി ആണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് പ്രവർത്തകർക്ക് ആ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി എത്തണം തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി വരണം എന്നുള്ളത് തന്നെ വികാരം തന്നെയാണുള്ളത്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി വന്നാൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശമുണ്ട്. ഇടതുപക്ഷം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തനങ്ങൾക്ക് സജീവമായുള്ള ആഗ്രഹം എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി അതാരായാലും എത്രയും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് UDFന്റെ ചിഹ്നം അതിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്, ആര് സ്ഥാനാർത്ഥി ആയാലും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വന്നാൽ അതിന് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാ പ്രവർത്തകരും. അല്ല, ഈസി വാക്കോവർ ഇപ്പോഴും ഈസി വാക്കോവർ തന്നെയാണ്. അതിലൊന്നും ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലം പുറകോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ രാഹുൽ ഗാന്ധി വരും എന്നൊരു വലിയ പ്രതീക്ഷ വയനാടൻ ജനതയ്ക്ക് ഹൈക്കമാൻഡ് ഉത്തരവാദിത്തമുള്ളവർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആദ്യം ടി സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അദ്ദേഹം വളരെ ദൂരം മുന്നോട്ട് പോയതിന് ശേഷമാണ് വീണ്ടും ഒരു റീതിങ്കിങ് വരുന്നത്. അപ്പോൾ അതിൽ വന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ വയനാട്ടുകാർ വലിയൊരു സ്വപ്ന ലോകത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പുറകോട്ട് വരാൻ ഒത്തിരിയേറെ പ്രയാസമുണ്ട്. അത് പ്രതിഷേധമെന്നോ സങ്കടമെന്നോ അല്ലെങ്കിൽ ഒരു പിണക്കമെന്നോ ഏത് ഭാഷ വേണമെങ്കിലും അതിന് ഉപയോഗിക്കാം. പിണക്കവും പ്രതിഷേധവും അല്ല, നമ്മുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റപ്പോഴുണ്ടായ ഒരു ദുഃഖമുണ്ടല്ലോ, അതാണ് സത്യത്തിലുള്ളത്. പ്രതിഷേധിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? എന്തായാലും ഇവിടെ UDFന് അദ്ദേഹമല്ലേ വേറൊരു സ്ഥാനാർത്ഥി വരും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ 3-ാം തീയതി വരെ സമയമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പല പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് വയനാട് പ്രഖ്യാപിക്കുന്നില്ല? അപ്പോൾ വയനാട് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വയനാട്ടുകാർക്ക് അതിനകത്ത് എന്തോ ഒരു പ്രതീക്ഷ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്നു എന്നാണ് ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു. ഒന്ന് അല്ല, അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ UDF നേതൃത്വത്തെ അറിയിച്ചു. ആ ഹൈക്കമാൻഡിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ അവരെയും അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിൻ്റെ വിശദാംശം അറിയില്ല. പക്ഷെ അത് ആ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്ത രീതിയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ജനമനസ്സുകളിൽ ഒരു സംശയമുണ്ട്. കാരണം 100% രാഹുൽജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വയനാടിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഖ്യാപനം നടത്താൻ പാടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഉറപ്പ് ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മത്സരിക്കാൻ വരും. അതാണ് ഞങ്ങളെ കണക്കൂട്ടൽ. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കാതെയോ ഞങ്ങൾ അദ്ദേഹത്തോട് മത്സരിക്കാൻ നിർബന്ധിച്ചിരുന്നു, വരാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്ന വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. പലരെയും നമ്മൾ പല നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ക്ഷണിക്കാറുണ്ട്, പക്ഷെ അവർ വന്നോണമെന്നില്ല. പക്ഷെ അവരാണ് അത് പറയേണ്ടത്, ഞാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസിറ്റീവായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി വയനാട് പാർലമെൻറ്റിലെ ആളുകളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാൻ പാടില്ല. അതിൽ നിരാശയൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഓരോ വ്യക്തിക്ക് ഓരോ റേറ്റ് ഉണ്ടല്ലോ. ആ റേറ്റ് അനുസരിച്ച് ആളുകൾ ആഗ്രഹിച്ചു എന്ന് വിചാരിച്ച് ജനങ്ങളിപ്പം അത് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അടുത്ത് വരുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കും. പക്ഷേ ആ രാഹുൽ ഗാന്ധിക്കുണ്ടായ ഗ്രാഫിലേക്ക് ഉയരാൻ ഇച്ചിരി സമയമെടുക്കും. കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം 25,000-ത്തിലധികം പുതിയ വോട്ടർമാർ ഈ നിയോജകമണ്ഡലത്തിൽ വന്നു.
കന്നി വോട്ടർമാരൊക്കെ എൻ്റെ ഒരു വോട്ട് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള ഒരു വികാരത്തിലായിരുന്നു. അതിനൊക്കെ ഒരു മങ്ങലേറ്റു എന്നുള്ളൊരു സത്യം തന്നെ, അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറയാതെ KPCCയോ അല്ലെങ്കിൽ ഇപ്പോൾ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു DCC പ്രസിഡന്റ് മാത്രമാണ്. അദ്ദേഹത്തിന് പോലും അത് സംബന്ധിച്ച ഒരു ഇൻഫർമേഷൻ കിട്ടാതെ അദ്ദേഹം അത് പറയില്ലല്ലോ. സിദ്ദിഖ് എല്ലാ യോഗത്തിലും പ്രസംഗിച്ചത് ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വഴിമാറുന്നു എന്നാണ്. സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായും അതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ആളുകളുമായി നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അവരുമായി സംസാരിക്കാതെ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് ഇത് മാഞ്ഞു പോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ പറയുന്നു രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതേ അദ്ദേഹം തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ കേരളത്തിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ് പ്രസ്താവന വന്നത്. അപ്പോൾ എവിടെയൊക്കെ സംതിങ് റോങ്.